ഇന്ന് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിരുന്നു. അപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് ഇച്ചിരി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുവാണ്. പിന്നെ കുറച്ച് ഉള്ളി കൊത്തിയരിയാൻ, പിന്നെ കുറച്ച് പച്ചമുളക് അരിയുക, പിന്നെ കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞ്, കുറച്ച് തേങ്ങ, കടുക്, പിന്നെ പച്ചമുളക്, ഇഞ്ചി ഇതിൻ്റെ അകത്തിട്ടിച്ചിട്ട് തേങ്ങ അരയ്ക്കുവാണ്. എൻ്റെ കൂടെ കുക്കിങ്ങിന് ഇരിക്കുന്നത് നോക്കിക്കേ. ആരാ ഇവിടെ ഇരിക്കുന്നേ? ബ്ലൂവി ഒന്ന് കുക്ക് ചെയ്യുവാണോ നമ്മുടെ കൂടെ? സോ ഇനി ഇപ്പം അടുപ്പയിലോട്ട് ഇച്ചിരി പാത്രം വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചീന്തി ഇച്ചിരി കഷ്ണമായിട്ട് ഇടുക. എന്നിട്ട് പിന്നെ അരിഞ്ഞ് വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് പയ്യെ വെട്ടിച്ചെടുക്കുക. പിന്നെ ഉപ്പ് ഒരു ഇച്ചിരി ഇടുക, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഈ ബീട്രൂട്ട് ഒന്നിട്ട് വേവിക്കുക. എൻ്റെ കൂടെ കുക്കിങ്ങിന് ഇരിക്കുന്ന ആളെ കണ്ടോ ഇവിടെ? ബീട്രൂട്ട് വെന്ത് കഴിയുമ്പം ഈ തേങ്ങ അരച്ചതുണ്ടല്ലോ, ഞാൻ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത്, ബിക്കോസ് ഞങ്ങൾക്ക് ലൂസായിട്ടുള്ള പച്ചടിയാണ് ഇഷ്ടം. പിന്നെ ഇതിൻ്റെ ചുമന്ന കളർ എന്താണെന്ന് കഴിഞ്ഞാൽ കുറച്ച് അവസാനം അറിയാൻ പറ്റാത്ത ബീട്രൂട്ട് കഷ്ണം ഇട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് അടിച്ചു. കണ്ടോ, അത് ചൂടായി. അത് കഴിഞ്ഞ് ഇനി ഇച്ചിരി തൈര് ആഡ് ചെയ്യുക. ഇവിടെ ദേശി ദഹി എന്ന് പറഞ്ഞ് വരുന്ന തൈരാണ്, വാങ്ങിക്കുന്ന തൈരാണ്. തൈര് ഇങ്ങനെ ആഡ് ചെയ്തു. എന്നിട്ട് അത് മിക്സ് ചെയ്യും. എന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഹേയ് ബ്ലോ സ്റ്റോപ്പ്. ഇവിടുതാ ഒരാൾ ഇവിടെ ഇരുന്ന് കുക്കിംഗ് കണ്ടോണ്ടിരിക്കുക, മമ്മയുടെ കുക്കിംഗ് കണ്ടോണ്ടിരിക്കുക. പയ്യെ ഉടച്ച് കൊടുത്ത് അതിൻ്റെ അത് തന്നെ ഇരുന്ന്. സോ അങ്ങനെ പച്ചടി വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചുമന്ന പച്ചടി ഉണ്ടാക്കാം, ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് ഓർത്ത്. സോ അങ്ങനെ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് പച്ചടി ഈസ് റെഡി. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയെന്ന് ചുമ്മാ ഒരു രസം തോന്നിയെന്ന് ബീട്രൂട്ട് പച്ചടി കൂട്ടാന്നത്. സോ ബീട്രൂട്ട് പച്ചടി റെഡി. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലൂസായിട്ടുള്ള പച്ചടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ചോറിൽ ഇങ്ങനെ ഇളക്കിക്കൂടെ. ഗുഡ്, അടിപൊളി, സൂപ്പർ ഡ്യൂപ്പർ. ബ്ലൂവിക്ക് രുചി കൊടുത്താലോ? ഹൗ ഇസ് ദ പച്ചടി? Like it? Yummy? Is pachadi good? You like it, don't you?